അല്ല, ഞങ്ങൾ ഇന്ന് ഉണ്ടായ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ ചർച്ചയുടെ കാര്യങ്ങൾ പിന്നെ തങ്ങളുമായിട്ട് തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ചർച്ച ചെയ്യാനൊക്കെ വന്നതാണ്. മീറ്റിംഗ് നാളെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നേരത്തെങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഇന്നത്തെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസുമായിട്ട് ഞങ്ങൾ നടത്തിയ ഉഭയകക്ഷി ചർച്ചയുടെ കാര്യങ്ങൾ തങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാവരും വന്നിട്ടുമില്ല. അനൗദ്യോഗികമായിട്ട് നമ്മൾ അടുത്തുള്ളതുകൊണ്ട് സംസാരിച്ചതാണ്. നാളെ എല്ലാവരും വരും. നാളെ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അത് നിങ്ങൾ എന്നെ ചോദിച്ചല്ലോ, ഞാൻ കണ്ടല്ലോ, ഞാൻ ചാനലിൽ കണ്ടല്ലോ. ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം നാളെ. തങ്ങളെ ഈ രാജ്യസഭാ സീറ്റിന്റെ അടുത്തുള്ള നാളെ എല്ലാം നാളെ. പക്ഷേ ഞങ്ങളെ ഫോണിൽ വിളിക്കണം. എല്ലാം നാളെ. ഞങ്ങൾ തങ്ങൾക്കത് ബ്രീഫ് ചെയ്ത് കൊടുത്തു. ആ ചർച്ചയുടെ കാര്യങ്ങൾ തങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് കൊടുത്തു. അത് വെച്ചിട്ട് നാളെ നമ്മൾ ഇരിക്കുമ്പോൾ തങ്ങൾ ഇത് വെച്ചിട്ടുള്ള തീരുമാനം അന്തിമമായിട്ട് പറയും. അതിൽ അങ്ങനെയല്ല, UDF ഒരു ധാരണ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആ പ്രപ്പോസൽ ഞങ്ങളിപ്പോൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടുത്ത് ക്ലിയറൻസ് വേണം, കോൺഗ്രസിന് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് വേണം. അതല്ലാതെ ഈ ഘട്ടത്തിൽ മറ്റൊന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, തങ്ങളുടെ ഇതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അത് മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ. അല്ല, അത് ഇപ്പം നമ്മളതിൻ്റെ അല്ല, അത് അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ നിങ്ങളോട് മീഡിയൻ്റെ മുമ്പിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ എടുത്ത തീരുമാനം അതിന് വിരുദ്ധമായിട്ട് ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. അതായത് അവർ കോൺഗ്രസും പറഞ്ഞ് ഞങ്ങളും പറഞ്ഞത് ബന്ധപ്പെട്ട ഞങ്ങൾ സൂപ്പർ ബോഡിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്നാണ്. അതുപോലെ ആ ചർച്ചൻ്റെ എന്താണ് നടന്നതെന്നുള്ളത് ഞങ്ങൾ തങ്ങൾക്ക് ബ്രീഫ് ചെയ്തു. ഇനി നമ്മൾ തങ്ങൾ കൂടി ആവശ്യമുള്ളവരെ വിളിച്ചു കൂട്ടി അതിനെ പറ്റിയിട്ട് തീരുമാനങ്ങൾ അനൗൺസ് ചെയ്യും. നാളെ ഉണ്ടാവും എന്ന് പറയുന്നത്. അതറിയില്ല. അല്ല, അതിപ്പോൾ നമ്മളോട് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം അത് നിങ്ങൾ അവരോട് ചോദിക്കുകയും നമ്മൾ അവർ കണ്ടുകൊണ്ട് അതിലൊന്നും നമ്മളിപ്പോൾ അതിൽ കേടി ഇടപെട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അത് പറയാനൊക്കില്ല. അതിപ്പോൾ നാളത്തെ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്താണ് അതിനനുസരിച്ച് ചെയ്യാൻ. ആ ഡിസ്കഷൻ ഒന്നും ഞങ്ങളുടെ ലെവലിൽ വന്നിട്ടില്ല. അതൊക്കെ സംഘടനാ ലെവലിൽ പിന്നെ വരുന്ന ചർച്ചകളല്ലേ. നമ്മളിപ്പോൾ അതിനെപ്പറ്റി എന്ത് പറയാൻ.